ഹലോ പാരൻസ്, ആക്റ്റീവ് സ്ലീപ്പ് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയല്ലോ. ഇനി ക്വയറ്റ് സ്ലീപ്പ് എന്താണെന്ന് നോക്കാം. കുഞ്ഞ് വളരുന്നതും റിലാക്സ് ചെയ്യുന്നതും എല്ലാം ക്വയറ്റ് സ്ലീപ്പിന്റെ സമയത്താണ്. ക്വയറ്റ് സ്ലീപ്പിൽ കുഞ്ഞുങ്ങൾക്ക് ബോഡി മൂവ്മെന്റ്സ് ഉണ്ടാവുകയോ കുഞ്ഞ് കണ്ണു ചുമ്മുകയോ ഒന്നും ചെയ്യില്ല. അവർ ഒരു നേരം 20 മുതൽ 30 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്നു. കാരണം ഇതൊരു ഡീപ്പ് സ്ലീപ്പാണ്. ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വളർച്ചാ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനാൽ കുഞ്ഞ് വളരുന്നത് ഈ ക്വയറ്റ് സ്ലീപ്പിന്റെ സമയത്താണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ക്വയറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുഞ്ഞിന്റെ ബ്രെയിൻ റിലാക്സ് ചെയ്യുന്നതും റീചാർജ് ചെയ്യുന്നതും ഈ ക്വയറ്റ് സ്ലീപ്പിന്റെ ടൈമിലാണ്. ക്വയറ്റ് സ്ലീപ്പ് ആണ് പിന്നീട് ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ ആയിട്ട് രൂപപ്പെടുന്നത്. കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് ക്വയറ്റ് സ്ലീപ്പിന്റെ ഡ്യൂറേഷൻ കൂടുന്നു. പിന്നീട് അതൊരു സ്ലീപ്പിംഗ് പാറ്റേൺ ആയിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ക്വയറ്റ് സ്ലീപ്പ് എങ്ങനെയാണ് കുഞ്ഞുങ്ങളിൽ ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. കുഞ്ഞ് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഉറങ്ങുകയാണെങ്കിൽ അതൊരു ക്വയറ്റ് സ്ലീപ്പ് ആയിരിക്കും. അതായത് ഈ സമയത്ത് കുഞ്ഞിന് അധികം ബോഡി മൂവ്മെന്റ്സോ ഐ മൂവ്മെന്റ്സോ ഒന്നും ഉണ്ടാവുകയില്ല. കുഞ്ഞ് ശാന്തമായിട്ട് കുറേ സമയം ഉറങ്ങുകയായിരിക്കും. അതിനോടൊപ്പം കുഞ്ഞിന്റെ ബ്രീത്തിങ്ങും റെഗുലർ ആയിരിക്കും. കുഞ്ഞ് ശ്വാസം പിടിച്ചു വെക്കുകയോ അല്ലെങ്കിൽ വേഗത്തിൽ ശ്വാസം എടുക്കുകയോ ഒന്നും ചെയ്യാറില്ല. കുഞ്ഞ് വളരുന്നത് ക്വയറ്റ് സ്ലീപ്പിന്റെ സമയത്തായതിനാൽ കുഞ്ഞ് ഉറങ്ങുമ്പോൾ പാരന്റ്സ് മാക്സിമം അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ഈ പേജ് ഫോളോ ചെയ്യൂ.